വാട്സപ്പിൽ കുറച്ചു കാലം മുമ്പ് വന്ന ഒരു ഫീച്ചറാണ് ഡിസപ്പിയറിംഗ് മെസ്സേജ്. എന്തായി ഡിസപ്പിയറിംഗ് മെസ്സേജ്? അതായത് നമ്മൾ അയച്ച മെസ്സേജ് അത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാഞ്ഞു പോവുക, ഡിലേറ്റ് ആയി പോവുക. അങ്ങനെ ഒരു ഫീച്ചർ അത് നമ്മൾ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക ചെയ്യണം. നമ്മൾ ഓൺ ആക്കിയാലാണ് അത് ആക്റ്റീവ് ആവും. അതെങ്ങനെ ചെയ്യുക നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ വാട്സപ്പ് തുറന്നിട്ട് ഒരു ഗ്രൂപ്പിലായാലും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കോൺടാക്റ്റിലായാലും അതിന്റെ പ്രൊഫൈൽ എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ കാണാം ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓൺ ഓഫ് ഉണ്ട്. മുമ്പ് ഓൺ ഓഫ് എന്നുള്ള ഈ രണ്ട് ബട്ടൺ മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നമുക്കിപ്പോൾ ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പുതിയ വന്നത്. എന്താ സംഭവം? ഈ ഫോണിൽ ഇപ്പോൾ ഇതിങ്ങനല്ലേ കാണുന്നത്? ഇത് അപ്ഡേറ്റ് അല്ല. നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണിൽ എങ്ങനെയുള്ളത് നോക്കുക. ഈ ഫോണിൽ നോക്കുക, ഇത് അപ്ഡേറ്റഡ് ആണ്. ഇതിന്റെ വാട്സപ്പ് തുറന്നിട്ട് അതേ ചാറ്റിലുള്ള ഡിസപ്പിയറിംഗ് മെസ്സേജ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഡിസപ്പിയറിംഗ് മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം 24 hours, 7 days, 90 days ഓഫ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഒരു ദിവസം കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്ന രീതിയിൽ, 7 ദിവസം കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്ന രീതിയിൽ, 90 ദിവസം കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓണാക്കി അല്ലെങ്കിൽ ഓഫ് ആക്കിയിടാം. ഇതിപ്പോൾ ഓഫിലാണുള്ളത്. സംഭവം തിരിഞ്ഞിക്കാം. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ ഒരു മെസ്സേജ് വിട്ടാൽ അത് 24 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് കാണാനാകില്ല. ഇതിലെന്തൊരു സംഗതി നിങ്ങൾക്ക് മനസ്സിലായ? ഇപ്പൊ വാട്സപ്പ് പോലെയുള്ള ആപ്ലിക്കേഷനൊക്കെ ഒരു പുതിയ ഫീച്ചർ അപ്ഡേറ്റ് ചെയ്യുന്നേരം അത് എല്ലാ ഫോണിലും ഒരേ ടൈമിൽ കിട്ടിയില്ല എന്നുള്ള ഒരു ഉദാഹരണം കണ്ടില്ലേ? ഈ ഫോണിൽ കിട്ടിയേക്ക് ആ ഫോൺ കിട്ടിയിക്കില്ല. ഇനി വരുന്ന ഏതെങ്കിലും ഒരു അപ്ഡേറ്റിൽ ഇതുപോലെ അതിൽ കിട്ടുന്നത് പോലെ എല്ലാവർക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരേ ടൈമിൽ കോടിക്കണക്കിന് യൂസേഴ്സിന് റോൾ ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു ഫീച്ചർ അതുകൂടി കാണിച്ചു തരാം. ഇപ്പൊ ഈ വാട്സപ്പിൽ നമുക്കൊരു മെസ്സേജ് ചെയ്യാൻ ഇവിടെ ക്യാമറ ഐക്കണുണ്ട്, ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഗാലറി നിർത്തിയുള്ള ഐക്കണുണ്ട്, വോയിസ് ഐക്കണുണ്ട്. അത് കൂടാണ്ട് നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ പേയ്മെന്റിനുള്ള ഒരു ഓപ്ഷൻ വന്നിക്കി. അത് ഈ ഫോണിൽ വന്നിക്കില്ല, ആ ഫോണിൽ വന്നിക്കി. നേരത്തെ പറഞ്ഞില്ലേ ഒരേ ടൈമിൽ എല്ലാവർക്കും ഇത് റോൾ ഔട്ട് ചെയ്യുന്നില്ല. ഇനി വരുന്നൊരു അപ്ഡേറ്റ് ഇതിൽ കിട്ടിയേക്കും. അത് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ക്യാമറ ഐക്കന്റെയും ഗാലറി ഐക്കന്റെയും നടുക്കായിട്ട് ഒരു നമ്മളെ രൂപന്റെ ഇന്ത്യൻ റുപ്പീന്റെ ആ ചിഹ്നല്ലേ, ആ ചിഹ്നം വന്നിക്ക്. ഇതിൽ കൂടെ നമുക്ക് ഡയറക്റ്റ് പേയ്മെന്റ് മെത്തേഡൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് സുഹൃത്തുക്കൾക്ക് പൈസ അയച്ചു കൊടുക്കുകയും റിസീവ് ചെയ്യുകയും ചെയ്യാം. ഗൂഗിൾ പേ എല്ലാം പോലെയുള്ള ഒരു സംവിധാനം. പക്ഷെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ വാട്സപ്പിന് എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട് എന്ന് എനിക്കും വാട്സപ്പിന് തന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാട്സപ്പ് കൂടെയുള്ള പേയ്മെന്റ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പൊ ഈ 2 ഫീച്ചറുകൾ അറിയിക്കാനുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുത്തേക്ക് പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങൾ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.